ഹലോ എവരിവൺ. ഇന്നത്തെ ക്ലാസ് ഡെസിമൽസിനെ കുറിച്ചാണ്. ഇപ്പോൾ ഫ്രാക്ഷൻ നന്നായി അറിയാമെങ്കിൽ ഡെസിമൽസ് വളരെ എളുപ്പമാണ്. കാരണം ഈ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ. ഈ ഡിനോമിനേറ്റർ 10, 100, 1000 അല്ലെങ്കിൽ 10ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന നമ്പർ, അങ്ങനെയുള്ള ഫ്രാക്ഷൻസ് ആണ് ഡെസിമൽ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഡെസിമൽസ്. ഇവിടെ സ്ക്രീനിൽ ഞാനൊരു ഡെസിമൽ നമ്പർ എഴുതിയിട്ടുണ്ട്, 23.567. അപ്പോൾ ഞാനിത് വായിച്ചത് 23.567 എന്നാണ്, 23.567 എന്നല്ല. അതായത് ആ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് നമ്മൾ ഇൻഡിവിജ്വൽ ഡിജിറ്റ് ആയിട്ട് തന്നെ പറയാം, ഒറ്റയ്ക്ക് ഇങ്ങനെ പറയാൻ പാടില്ല. ഇനി ഈ നടുക്ക് വരുന്ന ആ പോയിന്റിന്റെ പേരെന്താണ്? ഡെസിമൽ പോയിന്റ്. അപ്പോൾ ആ പച്ച കളറിൽ കൊടുത്തിരിക്കുന്ന പോയിന്റിന്റെ പേരാണ് ഡെസിമൽ പോയിന്റ്. ഇനി ഈ ഡെസിമൽ പോയിന്റ് നമ്മുടെ ഡെസിമൽ നമ്പറിനെ 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഈ ഡെസിമൽ പോയിന്റ് ലെഫ്റ്റിൽ വരുന്ന പാർട്ടാണ് ഹോൾ നമ്പർ പാർട്ട്. ഇനി ഡെസിമൽ പോയിന്റിന് റൈറ്റിൽ വരുന്നതിന് അപ്പോൾ എന്തായിരിക്കും പറയാം? ഫ്രാക്ഷണൽ പാർട്ട്. അടുത്തത് പ്ലേസ് വാല്യൂ ആണ്. അപ്പം നമുക്ക് നമ്മുടെ ഈ ഹോൾ നമ്പർ പാർട്ടിൻ്റെ പ്ലേസ് വാല്യൂ എടുത്തു കൊടുക്കാം. നമ്മൾ നോർമലി നമ്പേഴ്സിന് പ്ലേസ് വാല്യൂ കൊടുക്കുന്ന പോലെ തന്നെ വൺസ്, ടെൻസ് അങ്ങനെയാണ് കൊടുക്കുക. ഇനി ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് റൈറ്റിലേക്ക് വരുന്ന നമ്പേഴ്സിന് നമ്മൾ പ്ലേസ് വാല്യൂ കൊടുക്കുമ്പോൾ ഡെസിമൽ പോയിന്റ് റൈറ്റിൽ ജസ്റ്റ് ഇമ്മീഡിയറ്റ് റൈറ്റ് ആയിട്ട് വരുന്ന നമ്പറിൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് ടെൻസ്. അത് കഴിഞ്ഞ് സെക്കൻഡ് പ്ലേസിൽ വരുന്നത് ഹൺഡ്രഡ്സ്. അപ്പോൾ പ്ലേസ് വാല്യൂവിൻ്റെ അറ്റത്ത് ഒരു THS എന്നൊരു രീതിയിലാണ് വരുന്നത്. ഇനി നമുക്ക് പ്ലേസ് വാല്യൂ ചാർട്ട് നോക്കാം. പ്ലേസ് വാല്യൂ ടേബിൾ അല്ലെങ്കിൽ പ്ലേസ് വാല്യൂ ചാർട്ട് എന്ന് പറയാം. റൈറ്റ് 23.567 ഇൻ പ്ലേസ് വാല്യൂ ടേബിൾ. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലേസ് വാല്യൂ ടേബിളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ടെൻസ്, വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 23.567 ഈ ടേബിളിലേക്ക് എഴുതിയാൽ മതി. അപ്പോൾ സാധാരണ നമ്മൾ ഒരു നമ്പർ എഴുതുന്നത് എങ്ങനെയായിരിക്കും? എൻ്റെ ഏറ്റവും റൈറ്റ് എൻഡിലുള്ള നമ്പർ എടുത്തിട്ട് അതിനെ വൺസിൻ്റെ അടിയിൽ എഴുതും, എൻ്റെ തൊട്ട് ബാക്കിലെ നമ്പറിനെ ടെൻസിൽ എഴുതും, അങ്ങനെയല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ ഹോൾ നമ്പർ പാർട്ടിലുള്ള നമ്പർ ഏതാണ്? 23. അത് അതുപോലെ തന്നെ എഴുതിയാൽ മതി. ഹോൾ നമ്പർ പാർട്ടിൽ ഏറ്റവും അറ്റത്ത് വരുന്ന നമ്പർ 3 ആണ്. അപ്പോൾ അതിനെ വൺസിൻ്റെ അടിയിൽ എഴുതുക. അതിൻ്റെ തൊട്ട് പുറകിൽ വരുന്ന നമ്പർ 2 ആണ്. അതിനെ ടെൻസിൻ്റെ അടിയിൽ എഴുതുക. അത്രയേ ഉള്ളൂ. ഇനി റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ, പോയിന്റ് കഴിഞ്ഞിട്ടുള്ള റൈറ്റ് പോർഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് പോവുക. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് ഏറ്റവും അടുത്ത് വരുന്ന പോയിന്റിൻ്റെ തൊട്ട് റൈറ്റിൽ വരുന്ന നമ്പർ ഏതാണ്? 5. അപ്പോൾ അത് ടെൻസിൻ്റെ പ്ലേസിൽ എഴുതാം. രണ്ടാമത്തെ പൊസിഷനിൽ വരുന്ന നമ്പർ 6, അത് ഹൺഡ്രഡ്സിൻ്റെ അടിയിൽ എഴുതാം. മൂന്നാമത്തെ പൊസിഷനിൽ വരുന്ന നമ്പർ 7, അതിനെ തൗസൻഡ്സിൻ്റെ അടിയിൽ എഴുതാം. ഇങ്ങനെയാണ് നമ്മൾ പ്ലേസ് വാല്യൂ ടേബിളിലേക്ക് ഡെസിമൽ നമ്പറിനെ എഴുതാം. ഇനി അടുത്തത് എക്സ്പാൻഷൻ ഓഫ് ഡെസിമൽസ്. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രോബ്ലം വരും ഈ ഡെസിമലിനെ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതാൻ. അതെങ്ങനെയാണ് എഴുതുക? പ്ലേസ് വാല്യൂ ടേബിൾ നോക്കി നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. അപ്പോൾ ആദ്യം 23.567 2. 2 ഇൻറ്റു 2 എന്തിൻ്റെ അടിയിലാണ് വരുന്നത്? ടെൻസിൻ്റെ അടിയിൽ. അപ്പോൾ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 10 പ്ലസ് അടുത്ത നമ്പർ 3 വരുന്നത് വൺസിൻ്റെ അടിയിൽ. അപ്പോൾ 3 ഇൻറ്റു 1 പ്ലസ് ഇനി 5, അടുത്ത നമ്പർ 5 ഇൻറ്റു ടെൻസ്. ടെൻസ് എന്ന് പറഞ്ഞാൽ 1/10 ആണ്. ഇനി അടുത്തത് 6 ഇൻറ്റു ഹൺഡ്രഡ്സ്. ഹൺഡ്രഡ്സ് എന്ന് പറയുമ്പോൾ 1/100 പ്ലസ് അടുത്ത നമ്പർ 7 ഇൻറ്റു തൗസൻഡ്സ് എന്ന് പറയുമ്പോൾ 1/1000. ഇങ്ങനെയാണ് എക്സ്പാൻഡഡ് ഫോം എഴുതുക. അടുത്തൊരു എക്സസൈസ് ആണ് റൈറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് ഡെസിമൽസ്. ഇതിൽ ഫസ്റ്റ് പ്രോബ്ലം 5/10. അപ്പോൾ നമ്മളത് എങ്ങനെ ഡെസിമലായിട്ട് എഴുതും? അപ്പോൾ ഇവിടെ നോക്കുക, നമ്മുടെ ഡിനോമിനേറ്ററിൽ എത്ര സീറോസ് ഉണ്ട്? ഒരേ ഒരു സീറോയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നമ്പർ എഴുതിയിട്ട് ആ നമ്പറിൻ്റെ ഏറ്റവും റൈറ്റ് എൻഡ്, ഇപ്പോൾ ഇവിടെ ഒരു ഡിജിറ്റേ ഉള്ളൂ, അപ്പോൾ ആകെ കൂടെ ഒരു നമ്പറേ ഉള്ളൂ. അപ്പോൾ ഒരു പൊസിഷൻ ലെഫ്റ്റിലേക്ക് പോയി പോയിന്റ് ഇട്ട് കൊടുക്കുക. പോയിന്റ് ബാക്കിൽ നമ്മളിപ്പോൾ ഒരു 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 0.5 ആണ് ഇതിൻ്റെ ആൻസർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 5നെ 10 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 5ൽ 10 പോവില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു പോയിന്റ് ഇട്ടു, ഇവിടെ ഒരു 0 ഇട്ടു. ഇനി 50ൽ 10 എത്ര ടൈം പോകും? 5 ടൈംസ്. കറക്റ്റായിട്ട് പോയി, റിമൈൻഡർ ഒന്നുമില്ല. അപ്പോൾ അതതുപോലെ എഴുതാം. അടുത്ത പ്രോബ്ലം 3 + 7/100. അപ്പോൾ 3 അതേപോലെ തന്നെ എഴുതാം. പ്ലസ് ഇനി 7/100 എന്നാണ് നമ്പർ. അപ്പോൾ ഇവിടെ താഴെ നമ്മുടെ ഡിനോമിനേറ്ററിൽ 2 0 ഉണ്ട്. അപ്പോൾ നമ്മുടെ 7 എഴുതാം. ഇനി
2 പൊസിഷൻ ലെഫ്റ്റിലേക്ക് മാറി വേണം പോയിന്റ് ഇടാൻ. ഇവിടെ ലെഫ്റ്റിലേക്ക് മാറി പോയിന്റ് ഇടാൻ ആ കൂടെ ഒരു നമ്പറേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക, പിന്നെ ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിനെ ആഡ് ചെയ്യാം. അപ്പോൾ 3 + 0.7 എന്ന് പറഞ്ഞാൽ 3.07. അതെങ്ങനെയാണ് 3.07 എന്ന് വന്നത്? ഈ 3 + 0.7 നമ്മൾ എങ്ങനെ ആഡ് ചെയ്യും? ഇത് ഡെസിമൽ അഡീഷനിൽ വരുന്നതാണ്. 3 + 0.07 ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ ഈ ഡെസിമൽ പാർട്ട് അതുപോലെ തന്നെ എഴുതി. ഇനി ഈ 0 എന്ന് പറയുന്ന ഈ 0 ഇല്ലേ, ഇത് ഹോൾ നമ്പർ പാർട്ടിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 3യും 0യും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. അടുത്ത പ്രോബ്ലം 200 + 60 + 5 + 10 1/10. അപ്പോൾ 200 ഈ ഹോൾ നമ്പർ പാർട്ടിന് എല്ലാം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ 200 + 60 + 5 265 + 1/10 നോക്കുമ്പോൾ എന്താ, ആ കൂടെ ഒരേ ഒരു 0യേ ഉള്ളൂ. അപ്പോൾ എന്ത് വരും? 0.1. ഇനി ഇതുവരെ ആഡ് ചെയ്യുമ്പോൾ 265.1. ഇവിടെ എന്താ, ഹോൾ നമ്പർ പാർട്ടിൽ ആ കൂടെ 0 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് 0.1 ആഡ് ചെയ്യുമ്പോൾ 265.1. അടുത്ത പ്രോബ്ലം 4 and 2/1000 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 4നെ അതേപോലെ എഴുതാം, പ്ലസ് ഇടാം. 2/1000 2/1000-നകത്ത് എത്ര സീറോസ് ഉണ്ട്? 3 സീറോസ് ഉണ്ട്. അപ്പം നമുക്ക് എന്തായിരിക്കും? ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 3 നമ്പർ ഉണ്ടാവും. അപ്പം നമ്മൾ എഴുതുമ്പോൾ എന്ത് വരിക? 2 അതിൻ്റെ ലെഫ്റ്റിലേക്ക് 2ന്ന് ഏറ്റവും റൈറ്റ് ഹാൻഡിൽ പോയിട്ട് 2ന്ന് പോയിട്ട് 3 പൊസിഷൻ ലെഫ്റ്റിൽ പോയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യണം? പോയിന്റ് ഇടാൻ. അപ്പോൾ ഇവിടെ ആ കൂടെ ഒരു നമ്പറേ ഉള്ളൂ. അപ്പോൾ 3 പൊസിഷൻ പോകണമെങ്കിൽ ഇവിടെ നമ്മൾ 2 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താ ആൻസർ എന്ത് വരും? 4.002. അപ്പോൾ നമ്മൾ ഈ സീറോസിൻ്റെ നമ്പർ കൗണ്ട് ചെയ്തിട്ട് അതനുസരിച്ച് ഏറ്റവും റൈറ്റ് ഹാൻഡിൽ പോയിട്ട് അത്രയും പ്ലേസ് ലെഫ്റ്റിലേക്ക് പോയി പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. അടുത്ത പ്രോബ്ലം, റൈറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് ഡെസിമൽസ്. ഇവിടെ നമുക്ക് 2/5 എന്നാണ് ഒരു പ്രോബ്ലം തന്നിരിക്കുന്നത്. അപ്പോൾ 2/5നെ നമുക്ക് ഡെസിമലായിട്ട് എഴുതണം. അപ്പോൾ ഡെസിമലായിട്ട് എഴുതുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ ഫ്രാക്ഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡെസിമലായിട്ട് എഴുതണമെങ്കിൽ എന്തായിരിക്കണം? ഡിനോമിനേറ്റർ 10ഓ 100ഓ 1000ഓ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരണം. അപ്പോൾ ഇവിടെ നമ്മുടെ ഡിനോമിനേറ്റർ എന്താ വന്നിരിക്കുന്നത്? 5 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ 10ഓ 100ഓ ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് 5നെ നമുക്ക് 10 ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഒരു 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? ഈ 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മളൊരു ഫ്രാക്ഷന് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിനോമിനേറ്ററിനെ മാത്രമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂവിന് ഡിഫറൻസ് വരും. അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ 2 വെച്ചിട്ട് ന്യൂമറേറ്ററിനെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മുടെ ആ ഫ്രാക്ഷൻ്റെ വാല്യൂവിന് ചേഞ്ച് വരത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് കിട്ടും? 2 × 2 4 5 × 2 10. ഇനി നമ്മുടെ നോർമൽ ഡെസിമൽ കൺവേർഷൻ ചെയ്യുക. 4/10 എന്ന് പറയുമ്പോൾ ഇവിടെ താഴെ ഒരേ ഒരു 0യേ ഉള്ളൂ. അപ്പോൾ എന്താണ്, പോയിന്റ് കഴിഞ്ഞ് ഒരേ ഒരു നമ്പറേ വരുള്ളൂ, 0.4. അടുത്ത പ്രോബ്ലം 7/2. അപ്പോൾ 7/2 എന്ന് പറയുമ്പോൾ ഇവിടെയും നമ്മുടെ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ 2 ആണ് വന്നിരിക്കുന്നത്. നമുക്കിതിനെ എന്താക്കണം? 10ഓ 100ഓ ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് 2ൻ്റെ ഏറ്റവും അടുത്തുള്ള നമ്പർ 10 ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. കാരണം 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ 7/2ൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. നമുക്ക് ഡിനോമിനേറ്ററിനെ മാത്രമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ചേഞ്ച് ആവും. അതുകൊണ്ടാണ് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 7 × 5 എന്ന് പറയുമ്പോൾ 35/2 × 5 10. അപ്പോൾ 35/10 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇവിടെ ഒരേ ഒരു 0യേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും റൈറ്റ് ഹാൻഡിൽ പോവുക, ഒരു പൊസിഷൻ ലെഫ്റ്റിലേക്ക് പോയിട്ട് പോയിന്റ് ഇടുക. അപ്പോൾ 3.5. അടുത്ത പ്രോബ്ലം 1/20. അപ്പോൾ 1/20നെ നമുക്ക് എന്ത് ചെയ്യണം? 20 മാറ്റി എന്താക്കുക? 10ഓ 100ഓ ഒക്കെ ആക്കണം. നമുക്ക് 10 ആക്കാൻ പറ്റും. അപ്പോൾ ഡിവിഷൻ ആണ് വരുന്നത്. പക്ഷേ അതുകൊണ്ട് നമ്മൾ എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ആണ് ഡിവിഷനേക്കാളും എളുപ്പം. അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 20 × 5 ചെയ്താൽ നമുക്ക് 100 കിട്ടും. അതേ ആ 5 വെച്ച് തന്നെ ന്യൂമറേറ്ററെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 5/100 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഡിനോമിനേറ്ററിൽ 2 0 ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഏറ്റവും റൈറ്റ് ഹാൻഡിൽ നിന്ന് 2 പൊസിഷൻ ലെഫ്റ്റിലേക്ക് പോയിട്ടാണ് പോയിന്റ് ഇടേണ്ടത്. അപ്പോൾ 0.05 ആണ് ഇതിൻ്റെ ആൻസർ വരിക.